പറക്കും തളികകൾ അന്യഗ്രഹ ജീവികൾ. അമേരിക്കയിലെ ഏരിയ 51 എന്ന അതീവ സുരക്ഷാ കേന്ദ്രം എക്കാലവും ഇത്തരം അജ്ഞാത വസ്തുക്കളെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകളിൽ ഇടം നേടാറുള്ളത്. ഹെക്ടറുകളോളം പരന്നുകിടക്കുന്ന ഈ രഹസ്യകേന്ദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് കയറിപ്പറ്റിയതും ഈ കാരണത്താൽ തന്നെയാണ്. സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശം അമേരിക്കയുടെ അതീവ സുരക്ഷാ എയർഫോഴ്സ് ബേസ് എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഏരിയ 51-നുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അന്യഗ്രഹജീവികളെക്കുറിച്ച് ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്നാണ് ലോകത്തിന്റെ സംശയം. അതുകൊണ്ട് തന്നെ ഏരിയ 51-നെ കുറിച്ചുള്ള കെട്ടുകഥകൾക്ക് ഒരു കാലത്തും പഞ്ഞമില്ല. ഈ നിഗൂഢതയുടെ ചുരുളഴിക്കുക എളുപ്പവുമല്ല, കാരണം ഇവിടേക്കാർക്കും പ്രവേശനവുമില്ല. ആ ഏരിയ 51-ന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ ലാസ് വേഗസിൽ നിന്ന് ഏകദേശം 120 മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നെവാഡയിൽ ഹെക്ടറുകളോളം പരന്നു കിടക്കുന്ന സ്ഥലമാണ് ഏരിയ 51 പ്രവർത്തിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഇവിടെയുള്ള തടാകത്തിൽ നിന്ന് വെള്ളി, ഈയം തുടങ്ങിയവ ഖനനം ചെയ്തെടുത്തിരുന്നു. യുദ്ധം ആരംഭിച്ചതോടെ സൈന്യം ഈ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇവിടെ ഗവേഷണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ആണവ ആയുധങ്ങളുടെയും മറ്റായുധങ്ങളുടെയും പരീക്ഷണമാണ് പ്രധാനമായും നടന്നിരുന്നത്. ശീതയുദ്ധകാലത്താണ് ഏരിയ 51 എന്ന രഹസ്യകേന്ദ്രം രൂപപ്പെട്ടു വരുന്നത്. രഹസ്യാന്വേഷണ വിമാനങ്ങൾക്ക് രൂപം നൽകാനും നിർമ്മിക്കാനും പരീക്ഷിക്കാനുമായി പ്രത്യേക സ്ഥലം വേണമെന്നുള്ള ആലോചന അന്നത്തെ CIA ഡയറക്ടറായ റിച്ചാർഡ് ബിസലാണ് മുന്നോട്ട് വെച്ചത്. 1955-ൽ ബിസലും എയർക്രാഫ്റ്റ് ഡിസൈനറായ കെല്ലി ജോൺസണും ചേർന്ന് ഗ്രൂമിലേക്ക് ഉൾപ്പെട്ട പ്രദേശത്തെ ഇതിനായി തെരഞ്ഞെടുത്തു. തുടർന്ന് അറ്റോമിക് എനർജി കമ്മീഷൻ ഈ സ്ഥലത്തെ നെവാഡ ടെസ്റ്റ് സൈറ്റിന്റെ മാപ്പിലേക്ക് ചേർക്കുകയും സ്ഥലത്തിന് ഏരിയ 51 എന്ന പേര് നൽകുകയും ചെയ്തു. 1950-കൾ മുതൽ തന്നെ ഏരിയ 51-നെ കുറിച്ച് നിറം പിടിപ്പിച്ച പല കഥകളും പ്രചരിച്ചിരുന്നു. അന്യഗ്രഹ പേടകങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുമുള്ളതാണ് അതിൽ പ്രധാനമായുമുള്ളത്. ഏരിയ 51-ൽ ജോലി ചെയ്തിരുന്ന റോബർട്ട് ലാസർ എന്നയാൾ ലാസ് വേഗസിലെ ഒരു ന്യൂസ് സെന്ററിന് നൽകിയ അഭിമുഖമാണ് ഈ പ്രദേശത്തിന് ഇത്രത്തോളം നിഗൂഢ പരിവേഷം നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏരിയ 51-ൽ അന്യഗ്രഹ പേടകങ്ങൾ ഉണ്ട് എന്നും അതിൽ ഗവേഷണം നടത്തി സൈന്യത്തിന് വേണ്ട സമാനമായ സാങ്കേതിക വിദ്യ പുനർനിർമ്മിക്കുകയാണ് തന്റെ ജോലി എന്നായിരുന്നു റോബർട്ട് ലാസർ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതോടെ ഏരിയ 51-ന് മുകളിൽ വിചിത്രമായ വസ്തുക്കൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അവ പറക്കും തളികകളാണെന്നുമുള്ള പ്രചാരണങ്ങൾ സമീപവാസികൾക്കിടയിലും അമേരിക്കയിലും പിന്നാലെ ലോകത്തും ശക്തമായി. എന്നാൽ ലാസറിന്റെ അവകാശവാദങ്ങൾക്ക് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. അഭിമുഖത്തിൽ അവകാശപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ലാസറിനുണ്ടായിരുന്നില്ലെന്ന് രേഖകളിൽ നിന്ന് പിന്നീട് വ്യക്തമായി. ഏരിയ 51-നെ കുറിച്ച് പലവിധ കഥകളും അഭ്യൂഹങ്ങളും ഉയർന്നിട്ടുണ്ടെങ്കിലും US ഭരണകൂടം ഒരിക്കലും അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഈ പ്രദേശത്തെക്കുറിച്ച് ആദ്യമായി ഒരു ഔദ്യോഗിക വിശദീകരണം പുറത്തിറങ്ങിയത് 2013-ലാണ്. ഇവിടെ നിന്നുള്ള U-2, A-12 എന്നീ വിമാനങ്ങളുടെ വികസനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ US രഹസ്യാന്വേഷണ വിഭാഗമായ CIA കൈമാറിയതോടെ ഏരിയ 51 എന്ന സ്ഥലം നിലവിലുണ്ടെന്ന് US സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുകയായിരുന്നു. അന്ന് US പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമ ഇക്കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചു. ഇതിനു മുൻപ് വരെ ഒരു ഭരണാധികാരിയും ഏരിയ 51-നെ കുറിച്ച് തുറന്നു പറയാൻ തന്നെ തയ്യാറായിരുന്നില്ല. തെക്കൻ നെവാഡയിൽ അതീവ സുരക്ഷയിൽ എയർഫോഴ്സ് ബേസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന ഒബാമയുടെ പരാമർശം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് വീണ്ടും ഉശിരു പകർന്നു. തകർന്ന അന്യഗ്രഹ പേടകങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അന്യഗ്രഹ ജീവികളെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങൾ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവനയോടുകൂടെ ശക്തമായി തന്നെ വീണ്ടും ഉയർന്നു വന്നു. ഒബാമയ്ക്ക് മുൻപേ തന്നെ 2012-ൽ ബിൽ ക്ലിന്റൺ ഏരിയ 51-നെ കുറിച്ച് പേരെടുത്ത് പറയാതെ ഒരു പരാമർശം നടത്തിയിരുന്നു. അമേരിക്കയിലെ പരിസ്ഥിതി നിയമങ്ങളിൽ നിന്ന് ഏരിയ 51-നെ ഒഴിവാക്കുന്നതായുള്ള പ്രഖ്യാപനമായിരുന്നു അത്. സ്ഥലം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഗ്രൂം തടാകത്തിന് സമീപത്തെ എയർഫോഴ്സ് ബേസ് എന്നായിരുന്നു ക്ലിന്റൺ പറഞ്ഞത്. 2022-ൽ നടന്ന ഒരു TV ഷോയ്ക്കിടെ ക്ലിന്റൺ മറ്റൊരു വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനായി തന്റെ സർക്കാർ US ഏജന്റുകളെ ഏരിയ 51-ലേക്ക് അയച്ചിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. ഈ പ്രദേശത്ത് ഭൂമിയിലില്ലാത്ത മറ്റൊരു ജീവിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ളതായി ഗവേഷകർ പറഞ്ഞത് പ്രകാരമാണ് ഏജന്റുമാരെ അയച്ചതെന്നാണ് ക്ലിന്റൺ പറഞ്ഞത്. അജ്ഞാതമായ ആകാശ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ അന്വേഷണം നടത്തുന്ന US കോൺഗ്രസിലെ നാസയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ക്ലിന്റൺ ആ പരാമർശം നടത്തിയത്. ഗവേഷണത്തിനായി ശാസ്ത്രജ്ഞരെ നിയമിക്കുമെന്നും അന്യഗ്രഹ പേടകങ്ങളെക്കുറിച്ചുള്ള നിഗൂഢതകൾ ഒഴിവാക്കാൻ നാസയുടെ പദ്ധതിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നാസ ശാസ്ത്രജ്ഞർ അന്ന് പ്രതികരിച്ചിരുന്നു. താൻ അധികാരത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഏരിയ 51-നെ കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഹിലരി ക്ലിന്റൺ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതിനാൽ ആ വാഗ്ദാനം നടപ്പായില്ല. അമേരിക്കയുമായി ബന്ധപ്പെട്ട അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള കെട്ടുകഥകളുടെ നെടുംതൂണാണ് ഏരിയ 51.
ഈ മരുഭൂമിയിൽ വിചിത്രമായതെന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. സർക്കാർ ഏരിയ 51 എന്നൊരു സ്ഥലമുണ്ടെന്ന് സമ്മതിച്ചെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അന്യഗ്രഹ ജീവികളെക്കുറിച്ചും പേടകങ്ങളെക്കുറിച്ചുമുള്ള കഥകൾ കേട്ട് കൗതുകം മൂത്ത ആയിരക്കണക്കിന് ലോകസഞ്ചാരികൾ ഇന്നും ഏരിയ 51 തേടിയെത്താറുണ്ട്. പക്ഷേ കിലോമീറ്ററുകൾക്ക് ദൂരെ വെച്ച് തന്നെ ഈ മേഖലയിലേക്കുള്ള പ്രവേശനം തടയും. പൂർണ്ണമായും സൈനിക വലയത്തിലാണ് പ്രദേശം. ഇവിടെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളോ ഫോട്ടോ വീഡിയോ പകർത്താനോ ഒരിക്കലും അനുമതിയും ലഭിക്കില്ല. ഏരിയ 51 ഇപ്പോഴും സജീവമായ ഒരു എയർഫോഴ്സ് ബേസ് ആണ്. എന്നാൽ 1970 മുതൽ ഈ ബേസ് പ്രവർത്തിക്കുന്നത് എന്തിനാണെന്നും അവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതീവ രഹസ്യമായ വിവരങ്ങളാണ്. നിലവിലെ വിവരങ്ങൾ തരംതിരിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാവാൻ പോലും ഇനിയും ദശാബ്ദങ്ങൾ വേണ്ടിവന്നേക്കും. ഇതിനുള്ളിലെ കെട്ടിടങ്ങളുടെ ആകൃതി പേടകങ്ങളോട് സാമ്യമുള്ള തരത്തിൽ വിചിത്രമാണെന്നും ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രൂപങ്ങളുണ്ടാക്കി അതിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നുമൊക്കെ അവകാശപ്പെട്ട് പലതരം ചിത്രങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ അന്യഗ്രഹജീവികളെ പ്രമേയമാക്കിയുള്ള ഒരു മ്യൂസിയവും സ്ഥാപിച്ചിട്ടുണ്ട്. എയർ ട്രാഫിക് കൺട്രോളിന്റെ അനുമതിയില്ലാതെ ഏരിയ 51 മുകളിലൂടെ പറക്കാൻ പോലും അനുവാദമില്ല. എന്നാൽ 1974 സ്കൈലോഡ് ബഹിരാകാശ യാത്രികർ ഏരിയ 51 ചിത്രങ്ങൾ പകർത്തിയിരുന്നു. ഇവ നാഷണൽ ഫോട്ടോഗ്രാഫിക് ഇന്റർപ്രിട്ടേഷൻ സെന്റർ അവലോകനം ചെയ്തെങ്കിലും ഇത് സംബന്ധിച്ച മറ്റൊരു വിവരവും പിന്നീട് പുറത്തു വന്നിട്ടില്ല. അന്യഗ്രഹജീവികൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നത് സംബന്ധിച്ച് ആരും ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ ഉണ്ടെന്നുള്ള അവകാശവാദങ്ങൾക്ക് യുക്തിസഹജമായ വിശദീകരണങ്ങളും ഉണ്ടായിട്ടില്ല. എന്നാൽ 2000 ആണ്ടിന് തുടക്കം മുതൽ ആകാശത്ത് തിരിച്ചറിയപ്പെടാത്ത ചില ഫ്ലൈയിംഗ് ഒബ്ജക്റ്റുകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് US പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനായ സ്കോട്ട് ബ്രൈ പറയുന്നു. അത്തരത്തിൽ 144 ഒബ്ജക്റ്റുകൾ കണ്ടതായാണ് സ്കോട്ട് പറയുന്നത്. അതായത് അന്യഗ്രഹങ്ങളോ പറക്കും തളികകളോ മറ്റെന്തെങ്കിലുമാവട്ടെ ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത ചിലത് ഉണ്ടെന്ന വാദത്തെ നാസയും അമേരിക്കയും പൂർണ്ണമായി തള്ളിക്കളയുന്നില്ലെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏരിയ 51മായി ബന്ധപ്പെട്ട് അനവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ലോകത്തിന്റെ ആകാംക്ഷകൾക്കും ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം ലഭിക്കാത്തതുകൊണ്ട് ഏരിയ 51 ചുറ്റിപ്പറ്റി ഇത്തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പുറത്തു വന്നത്. അപ്പോളോ ദൗത്യത്തിലൂടെ നീൽ ആംസ്ട്രോങ്ങും സംഘവും ആദ്യമായി ചന്ദ്രനിലിറങ്ങിയതെന്ന അമേരിക്കയുടെ വാദം ഏരിയ 51 ചിത്രീകരിച്ച നാടകമാണെന്നായിരുന്നു അതിൽ ആദ്യത്തേത്. ബഹിരാകാശ അധിനിവേശ മത്സരത്തിൽ സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കാനായി അമേരിക്ക തട്ടിക്കൂട്ടിയ നാടകമാണ് ചാന്ദ്രദൗത്യം എന്ന സിദ്ധാന്തം ഇപ്പോഴും ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. ബഹിരാകാശത്തേക്ക് ആദ്യമായി മനുഷ്യനെ അയച്ച സോവിയറ്റ് യൂണിയനെ പിന്തള്ളാൻ ഈ ദശാബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് നാം ഒരു മനുഷ്യനെ ചന്ദ്രനിൽ അയക്കുകയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുകയും ചെയ്തിരിക്കുമെന്ന അന്നത്തെ പ്രസിഡന്റ് കെന്നഡിയുടെ പ്രഖ്യാപനം നിറവേറ്റാനുള്ള സാങ്കേതിക പരിജ്ഞാനമോ ഭീമമായ സാമ്പത്തിക അടിത്തറയോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ചാന്ദ്രനാടകം ചിത്രീകരിക്കപ്പെട്ടത് എന്നാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നത്. എന്നാൽ വസ്തുതകളും തെളിവുകളും നിരത്തി ഇക്കാര്യം തെളിയിക്കാൻ ഇക്കൂട്ടർക്ക് സാധിച്ചിട്ടുമില്ല. 1947 ന്യൂ മെക്സിക്കോയിൽ ഒരു അജ്ഞാത ആകാശവാഹനം തകർന്നു വീണു. അമേരിക്കൻ സേനയെത്തി അതിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോയി. അന്ന് തകർന്നു വീണത് UFO ആണെന്ന ചർച്ച ശക്തമായി. ഏരിയ 51 ഇത് മാറ്റിയതെന്നും അതിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികളെയാണ് അവിടെ പാർപ്പിച്ചിരിക്കുന്നത് എന്നുമാണ് മറ്റൊരു സിദ്ധാന്തം. അമേരിക്കൻ സൈന്യവും അമേരിക്കൻ ഭരണകൂടവും എക്കാലവും ഏരിയ 51 രഹസ്യാത്മകത നിലനിർത്തുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സ് ഫയലിൽ ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ സ്ഥലമാണ് ഇതെന്ന് പറയുന്നവരുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ കയ്യിലുള്ള രഹസ്യരേഖകളെയാണ് എക്സ് ഫയൽ എന്ന് പറയുന്നത്. ഏരിയ 51 നിഗൂഢതകളറിയാൻ ലക്ഷക്കണക്കിന് ആളുകൾ പല കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. സ്ഥലം സന്ദർശിക്കാൻ പോയവരൊക്കെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് വെച്ച് കാവൽ സൈന്യം വിലക്കുകയും തിരിച്ചയക്കുകയും ചെയ്തു. ആകാശദൃശ്യം പകർത്താനായി ശ്രമിച്ച സംവിധാനങ്ങളെല്ലാം സൈന്യം പിടിച്ചെടുത്തു. എന്നാൽ നിഗൂഢത കണ്ടെത്തിയേ മതിയാവൂ എന്ന് തീരുമാനിച്ചിറങ്ങിയ ചിലർ ഒരിക്കൽ ഏരിയ 51 മാർച്ച് നടത്താമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്തു. 100,000-ഓളം പേർ സംയുക്തമായി ഇവിടേക്ക് മാർച്ച് നടത്തുമെന്നായിരുന്നു ആഹ്വാനം. ഫേസ്ബുക്കിൽ തമാശയായി തുടങ്ങിയ ആഹ്വാനം പെട്ടെന്ന് ആളുകൾ ഏറ്റെടുത്തു. സ്റ്റോം ഏരിയ 51 എന്ന പേരിൽ ആഹ്വാനം ചെയ്ത മാർച്ചിന് 20 ലക്ഷം പേരാണ് പിന്തുണ അറിയിച്ചെത്തിയത്. 2019 സെപ്റ്റംബർ 20 മാർച്ച് നടക്കേണ്ട ദിവസം 150 പേരാണ് ഏരിയ 51 2 ഗേറ്റിലുമായി എത്തിയത്. എന്നാൽ ആർക്കും ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറാനായില്ല. മാർച്ചിന് മുൻപായി ഈ പ്രദേശത്തിന്റെ ബേസ് ക്യാമ്പിൽ 2 വലിയ സംഗീത പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. 1500-ലധികം ആളുകൾ ഇതിൽ പങ്കെടുത്തു. ഏരിയ 51 അതിക്രമിച്ചു കയറിയാലുള്ള ദോഷഫലങ്ങളെക്കുറിച്ച് അധികൃതർ പരിപാടിയിൽ വിശദീകരിച്ചു. മാർച്ചിനെക്കുറിച്ച് സർക്കാർ മിലിറ്ററി ക്യാമ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. കാര്യത്തിന്റെ ഗൗരവം സംഘത്തിന് മനസ്സിലായിട്ടോ മറ്റോ ജനക്കൂട്ടം റാലി ഉപേക്ഷിച്ച് പിരിഞ്ഞുപോയി എന്നാണ് റിപ്പോർട്ടുകൾ. കെട്ടുകഥകളും പ്രചാരണങ്ങളുമെല്ലാം കേട്ട് കൗതുകം മൂത്ത് ലോകസഞ്ചാരികളിൽ പലരും ഏരിയ 51 വെച്ചുപിടിക്കാറുണ്ട്. എന്നാൽ ഈ യാത്രകളെല്ലാം കിലോമീറ്ററുകൾക്കകലെ ഏരിയ 51 അറിയിപ്പ് ബോർഡിന് മുന്നിൽ അവസാനിക്കും. കാവൽ നായ്ക്കൾ ഉൾപ്പെട്ട വൻ സംഘം സൈനികരാണ് ഇതിനു ചുറ്റും സുരക്ഷാ വലയം തീർത്ത് നിലകൊള്ളുന്നത്.
സായുധരായ കാവൽക്കാരെയും നിരീക്ഷണ ക്യാമറകളെയും കണ്ണുവെട്ടിച്ച് ഇതിനകത്തേക്ക് പ്രവേശിക്കൽ തീർത്തും അസാധ്യമാണ്. ഭൂമിയിൽ നിന്നല്ലാതെ ജീവികൾക്കായുള്ള ലോകത്തിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഏരിയ 51 ആണെന്നാണ് ഒരു കൂട്ടം ആളുകൾ ശക്തമായി വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ദശാബ്ദങ്ങൾക്കപ്പുറം ഏരിയ 51ൽ നടക്കുന്നതെന്താണെന്ന് അമേരിക്കയോ നാസയോ വ്യക്തമാക്കിയേക്കാം. അതുവരെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള കൗതുക കഥകൾക്കൊപ്പം ഏരിയ 51 നിഗൂഢമായി തന്നെ തുടരുമെന്ന് ഉറപ്പാണ്.